ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ എല്ലാവരെയും പോലെയല്ല നമ്മളെന്ന്. അങ്ങനെ വെയിൽ സമയത്ത് എല്ലാവരും ടൂറൊക്കെ കഴിഞ്ഞിരിക്കുന്ന ടൈമിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു മഴക്കാലത്ത് മസനഗുഡി വഴി ഊട്ടിയിലേക്കൊന്ന് പോകാമല്ലോ എന്ന് പ്ലാൻ ആക്കിയത്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷമായിട്ടോ. ആ സമയം മുതൽ ഞാൻ പറയാൻ തുടങ്ങിയതാണ് ഊട്ടി പോവാന്ന്. എന്നാൽ ഇപ്പോഴാണ്ടോ നമുക്ക് അതിനുള്ള സമയവും സാഹചര്യമൊക്കെ ഒത്തു വന്നത്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിതാ കുറച്ച് വഴിച്ചെലവിന് വേണ്ടിയിട്ട് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുന്ന റോഡൊക്കെ ഞാൻ മുമ്പേ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ മസനഗുഡി വരെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ അന്ന്. ഇന്നിപ്പോൾ മെയിൻ ലക്ഷ്യം ഊട്ടി തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രകൃതി ഭംഗിയും കാര്യങ്ങളൊന്നും വലിയതായിട്ട് ആസ്വദിക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. വേഗം വണ്ടി ഇട്ട് പിടിച്ചു കേട്ടോ. ചില സമയത്ത് മഴ നല്ലോണം പെയ്യും, എന്നാൽ ചില സമയത്ത് മഴയ്ക്ക് നല്ല ശമനം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഊട്ടിയിലെത്തിയപാട് ഫസ്റ്റ് നമുക്ക് ക്യാരറ്റ് കഴിക്കണമല്ലോ. ഊട്ടിയിലെ മെയിൻ പ്രത്യേകതയാണ് നമുക്കിങ്ങനെ ഈ ഒരു ക്യാരറ്റിൻ്റെ എന്താ പറയുക ഇലയോട് കൂടിയിട്ട് നമുക്ക് ക്യാരറ്റ് കിട്ടും. അങ്ങനെ അതൊക്കെ വാങ്ങി കഴിച്ച് അവിടെ എത്തി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ട് കഴിക്കാത്തത് കൊണ്ട് തന്നെ ഊട്ടിയിലെത്തിയപാട് ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. ഒന്നിനും പറ്റാത്തൊരു ബിരിയാണിയൊക്കെ കഴിച്ച് ആ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് നേരെ പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോഴും നല്ല അടിപൊളിയായിട്ട് തന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേഗം പോയിട്ട് ഒരു നല്ല വലിയൊരു കുട വാങ്ങിച്ചു കേട്ടോ. അതെന്തായാലും അടിപൊളിയായിരുന്നു. പക്ഷെ നമ്മൾ കൊടുക്കുന്ന റേറ്റിനൊന്നുമില്ല. ഒരൊറ്റ വലിയ കാറ്റ് വന്നാൽ അത് 2 കഷ്ണമായിട്ടുണ്ടാവും കേട്ടോ. അത്രേ ഉള്ളൂ. പിന്നെ ഇതാ അവിടുത്തെ ഈ ഒരു ഐറ്റംസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറച്ച് നേരം കുട്ടികളൊക്കെ അവിടെ കളിച്ച് പിന്നെ നല്ലൊരു ഗാനമേളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പാട്ട് കേട്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എന്താ പറയുക ഭാഷയൊന്നും അറിയില്ലായിരുന്നല്ലോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമുക്ക് വേറെ സ്ഥലവും കാണാനുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഐറ്റംസ് അങ്ങനെ ഇങ്ങനെയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ഉച്ചക്കത്തെ ഫുഡ് വലിയ സുഖമില്ലാത്തതുകൊണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫോൺ ഓഫായിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോസ് എടുക്കാത്തത് കൊണ്ട് തന്നെ മനസ്സമാധാനമായിട്ട് ഏകദേശം എല്ലാ സ്ഥലങ്ങളും കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അതിലിടക്ക് എന്തൊക്കെയോ വാങ്ങിച്ചും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഫോട്ടോസൊക്കെ ഞാൻ കുഞ്ഞാക്കാൻ്റെ ഫോണിലെടുത്തിട്ട് ഇങ്ങോട്ടേക്ക് സെൻഡ് ചെയ്തതാണ്. നല്ല മഞ്ഞ് മൂടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈം ആയപ്പോഴത്തേക്ക്. അപ്പോൾ പിന്നെ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഊട്ടി വിശേഷങ്ങൾ. ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നെ ഇടാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.